السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഫാത്തിഹ സൂറത്ത് നിങ്ങളെല്ലാവരും എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഓതി മനസ്സിലാക്കി പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് ഇഖ്ലാസ് സൂറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇഖ്ലാസ് സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഖ്ലാസ് സൂറത്തിൽ ഒരാൾക്ക് വരുന്ന തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാം. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലും തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഖുൽ ഹുവല്ലാഹു ഇവിടെ ചാൻസ് ഉണ്ട്. അള്ളാഹു എന്ന് പറയുന്ന സ്ഥലത്ത് ചാൻസ് ഉണ്ട്. അഹദ് ചാൻസ് ഉണ്ട്. അള്ളാഹു സ്വമദ് നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞതാണ്, അവിടെയും തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അറബിയിൽ നമ്മൾ പറഞ്ഞു അകാരം മാത്രമേ ഉള്ളൂ, എകാരമില്ല. ലം യലിദ് വലം യൂലദ്. ലം യലിദ് യെ അല്ല, യെ തെറ്റാണ്. നമുക്ക് ഓരോ ആയത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ഇവിടെ വരുന്ന തെറ്റുകൾ എന്താണ്? സാധാരണക്കാരൊക്കെ ഓതുന്ന ഒരു തെറ്റാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്നത്. എന്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓതി പോകാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഖുല്ലു വല്ലാഹു അഹദ് അല്ലെങ്കിൽ ഖുല്ലു വല്ലാഹു അഹദ് എന്നൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അതെല്ലാം തെറ്റാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ഖുല്ലു വല്ലാഹു അഹദ് എന്ന് പറയുന്നത് തെറ്റാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്നതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ള പാരായണം ഏത് മാത്രമാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി അല്ലാ എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ, ഖുൽ ഹുവല്ലാഹു, ഖുൽ ഹുവ, ഖുൽ ഹുവ, ഖുൽ ഹുവ, അല്ലാതെ കൊല്ലുവ എന്നായി പോകരുത്, തെറ്റാണ്. ഖുൽ ഫുവ എന്നായി പോകരുത്, ഇതെല്ലാം തെറ്റാണ്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി അല്ലാ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറച്ച് ലെറ്റേഴ്സ് ആണ്. ദാലിക എന്നൊക്കെ പറയുന്ന ദ, അതേപോലെ തന്നെ വലദ്ദാലീൻ എന്ന് പറയുന്ന ളാദ്, അതേപോലെ തന്നെ ളുൽമ് എന്ന് പറയുന്ന അള്ളാ. ഈ പറയുന്ന 3 ലെറ്റേഴ്സുമായിട്ട് മീൻസ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അള്ളാ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ പരിശീലിച്ചിട്ടില്ല. നമ്മൾക്ക് അറിയാവുന്ന ഒരു ലെറ്റർ ല എന്ന് പറയുന്നതാണ്. ലായുടെ മറ്റൊരു രൂപമാണ് അള്ളാ എന്ന് പറയുന്നത്. മീൻസ് ആ ഒരു ലെറ്ററിന്റെ മറ്റൊരു ഉച്ചാരണമാണ് അള്ളാ എന്ന് പറയുന്ന ഉച്ചാരണമായിട്ട് വരുന്നത്. അപ്പൊ ദാലല്ല, ദാൽ എന്ന് പറയുമ്പം നാവിന്റെ ആ ഒരു അറ്റവും മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗവും, അതാണ് ദ. അതേ ഉച്ചാരണ സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ലാ എന്ന് പറയുന്ന അക്ഷരവും ഉച്ചരിക്കുന്നത്. അതേ സമയത്ത് ലാദ് നാവിന്റെ സൈഡ് അഥവാ നാവിന്റെ അരുഭാഗം
ആ സ്ഥലത്തുള്ള അണപ്പല്ലിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ള എന്നുള്ള ഉച്ചാരണം. അപ്പൊ പല ആളുകളും ഇത് അള്ളാ അഥവാ ഈ പറയുന്ന ലാദായിട്ട് ഉച്ചരിക്കാറുണ്ട്. ഇനി അള്ളാ ഈ പറയുന്ന ലാ ആയിട്ട് ഉച്ചരിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ലാമിന്റെ മഖ്റജ് ഉണ്ടല്ലോ, ല. അപ്പൊ ഈ ലാമിന്റെ കറക്റ്റ് മഖ്റജിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉച്ചരിക്കണം. ല, ല, ന എന്നൊക്കെ പറയല്ലോ. അള്ളാ, അള്ളാ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ നാവിന്റെ തലഭാഗം ല, ല. നമ്മള് ത്വ, ദ, ത ഈ ലെറ്റർ ഒക്കെ ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് മുകൾ ഭാഗത്ത് അഥവാ നായൊക്കെ ഉച്ചരിക്കുന്നതിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യണം, അള്ളാ, അള്ളാ, അള്ളാ. ഒരിക്കലും ഈ പറയുന്ന ലെറ്ററുകളായി പോകാൻ പാടില്ല. കാരണം ഉച്ചാരണം തെറ്റുമ്പോ എന്ത് ചെയ്യും, ഈ അക്ഷരമല്ലാതെ വരും. അപ്പോ ഉൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു. ഈ പറയുന്ന ഒരു ലെറ്ററും ആയി പോകരുത്. ഈ ലെറ്റർ നമ്മൾ ഉച്ചരിക്കുന്നത് നാവിന്റെ സൈഡ് ഭാഗം ആ സൈഡിലുള്ള അണപ്പല്ലിൽ ടച്ച് ചെയ്തുകൊണ്ടാണ്. ഒരിക്കലും അല്ലാ എന്ന് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ഇനി ലാ എന്ന് പറയുന്നത് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം അവിടെ ടച്ച് ചെയ്തിട്ടാണ്. അവിടെയും ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണ്. അള്ളാ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇല്ല, നായൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉച്ചരിക്കാൻ പറ്റുന്ന ലെറ്റർ ആണല്ലോ. ആ ഒരു തൊട്ടടുത്ത സ്പേസിൽ നിന്ന് തന്നെ അള്ളാ, അള്ളാ എന്ന് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. ഉൽ ഹുവല്ലാഹു അഹദ്, അഹദ്. അഹദ് എന്നുള്ളത് പല ആളുകളും അഹദ് ഈ പറയുന്ന ഹ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഹ എന്ന് ഉച്ചരിക്കാറുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ കുറച്ച് എക്സ്ട്രീം ഓവർ ആക്കിയിട്ട് അഹദ് എന്നും ഉച്ചരിക്കാറുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. അഹദ് എന്ന് പറയുന്നതാണ് ശരിയായ ഉച്ചാരണം. ഇത് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഹ വരുന്നത്, സെൻട്രലിൽ നിന്നാണ് ഹ വരുന്നത്, മുകളിൽ നിന്നാണ് ഹ വരുന്നത്. അപ്പൊ ഇവിടെ ഹായാണ് കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം. ഉൽ ഹുവല്ലാഹു അഹദ്, അഹദ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകളൊക്കെ ഈ പറയുന്ന അവസാനം ഈ പറയുന്ന സൂറത്തിലുള്ള എല്ലാത്തിന്റെയും അവസാനം ദ, ഈ ദായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റു ലെറ്ററുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന മറ്റു അക്ഷരങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് അഹദ് എന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതൊന്ന് ഒരു സാവധാനത്തിൽ എന്ത് ചെയ്യണം, അഹദ് അവ വ്യക്തമായിട്ട് പറയണം. അഹദ്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദ്, അഹദ് എന്ന് കറക്റ്റ് പറയണം. അല്ലാതെ അഹദ് എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്. അടുത്തത് അല്ലാഹു സ്വമദ്. അള്ളാഹു നമ്മൾ പറഞ്ഞു എന്താണ്, ആ ലാമിന്റെ മഖ്റജ് അഥവാ നായോട് അടുത്ത് വരുന്ന ലാമിന്റെ മഖ്റജിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അല്ലാതെ ഒരിക്കലും ല അല്ലെങ്കിൽ ള ഈ പറയുന്ന അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ നിന്ന് ആവരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്. സ്വ നമ്മൾ പറഞ്ഞു നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ നിന്നാണ്. അവ നാവിന്റെ ഏറ്റവും പിൻഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഉയർത്തിപ്പിടിക്കും. പക്ഷേ നാവിന്റെ മുൻഭാഗം അല്ലെങ്കിൽ നാവിന്റെ ഫ്രണ്ട് എന്ത് ചെയ്യും, നമ്മളൊരു കൈക്കുമ്പിളൊക്കെ പോലെ എന്ത് ചെയ്യും, ശരിക്കും ഒന്ന് ബെൻഡായിട്ട് നിൽക്കും. സോ, 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 സോ. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്, സ്വമദ്. ഇത് സായോ ന എന്ന് പറയുന്ന ഒരു ലെറ്റർ, അതേപോലെ തന്നെ എന്താണ് സ എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ അതൊക്കെ ഒന്ന് ഉച്ചരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്വ, ന, സ, സ്വ, സ്വ, സ്വ. കറക്റ്റ്. അല്ലാതെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹയിൽ പറഞ്ഞ പോലെ സ്വ എന്ന് പറയുന്ന ഒരു അക്ഷരം അറബിയിലില്ല. സ്വ എന്ന് പറയുന്ന ഒരു അക്ഷരം അറബിയിലില്ല. അങ്ങനെ സ്വ എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ശരിക്ക് വരുന്നത് എന്താണ്, സ് വ ഈ പറയുന്ന രണ്ട് ലെറ്റർ ആണ്. അപ്പൊ ഖുർആനിൽ നമ്മൾ ഒരു അക്ഷരം കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഖുർആനിലുള്ള ഒരു അക്ഷരം നമ്മൾ ഒഴിവാക്കാനോ പാടില്ല. അപ്പൊ ഇവിടെ സ്വ എന്നുള്ള ഉച്ചാരണം തെറ്റാണ്. സ, സ അവ ന, സ, അതേപോലെ തന്നെ സ, സ.
അപ്പൊ നാവിന്റെ ഏറ്റവും പിൻഭാഗം എന്ത് ചെയ്യും, കുറഞ്ഞൊന്ന് ഉയർന്നു നിൽക്കും. അതേ സമയത്ത് നാവിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബെൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വ 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 എന്നുള്ള ഉച്ചാരണം വരുന്നത്. അല്ലാഹു സ്വമദ്. ഇവിടെയും ദ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അല്ലാതെ അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. അല്ലാഹു സ്വമദ്. അടുത്തത് ലം യലിദ് വലം യൂലദ്. ലം ലം എന്നൊന്നും പറയുന്നിടത്ത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേസമയത്ത് ലം 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 ലേ എന്നുള്ളത് തെറ്റാണ്. ലം ലം യലിദ് യലിദ് എന്ന് തന്നെ പറയണം, യേ ആയി പോകാൻ പാടില്ല. യാഇന്റെ മഖ്റജ് എന്ന് പറയുന്നത് നാവിന്റെ മധ്യഭാഗം. മധ്യഭാഗം അതിന്റെ തൊട്ടുമേലെയുള്ള അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, യ എന്നുള്ള ഉച്ചാരണം വരുന്നത്. ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. ലം എന്ന് തന്നെ ഉച്ചരിക്കണം, ഒരിക്കലും ലം യലിദ് എന്നായി പോകാൻ പാടില്ല. അതേപോലെ തന്നെ യലിദ് യലിദ് എന്നായി പോകാൻ പാടില്ല. യ എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, അറബിയിൽ ഇപ്പോ നമ്മൾ ഇതിങ്ങനെ ഇത്രയൊക്കെ ശ്രദ്ധിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിയിൽ ആകെ 4 ഉച്ചാരണങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുന്ന അകാരം, ഇകാരം, അതേപോലെ തന്നെ ഉകാരം, അതേപോലെ എന്ന് പറയുന്ന കാരം. ഈ 4 ഉച്ചാരണങ്ങൾ മാത്രമേ അറബിയിലുള്ളൂ. പിന്നെ ചോദിച്ചാൽ മജിരേഹ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെരിവുള്ള ഒരു ഉച്ചാരണം മാത്രമുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താണ്, ഈ പറയുന്ന 4 ഉച്ചാരണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലം ലം എന്ന് പറയുന്നത് തെറ്റാണ്. ലം എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ലം എന്ന് പറയണം. യലിദ് എന്ന് യ എന്ന് തന്നെ പറയണം, യെ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഉച്ചാരണം ഇല്ല. ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. ഇവിടെയും ദ എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറയണം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ഇവിടെ യകുൻ ലഹു, നൂന് എന്ത് ചെയ്യാൻ പാടില്ല, വ്യക്തമാക്കി പറയരുത്. അഥവാ യകുൻ ലഹു എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് നൂൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും വേണം. യകുൻ ലഹു കുഫുവൻ അഹദ്. യകുൻ ലഹു കുഫുവൻ അഹദ്. ഇദ്ഗാമുൻ ബിലാ ഗുന്ന എന്നാണ് പറയാറുള്ളത്. യകുല്ലഹു യകുല്ലഹു എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നൂന് പരിപൂർണമായിട്ടും പോയിട്ട് ല എന്ത് ചെയ്യും, അവിടെ ഇരട്ടിയായിട്ട് വരും. അതിന് പകരം എന്ത് ചെയ്യുക, യകുൻ ലഹു കുഫുവൻ അഹദ്. യകുൻ ലഹു യകുൻ ലഹു യകുൻ ലഹു കുഫുവൻ അഹദ്. അപ്പൊ നൂന് വ്യക്തമായി പറയാൻ പാടില്ല, പക്ഷെ അവിടെ നൂൻ ഉണ്ട് എന്ന് മനസ്സിലാവുകയും വേണം. നേരത്തെ പറഞ്ഞ പോലെ വലം എന്ന് പാടില്ല, വലം. യകുൻ 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 എന്ന് പറയാൻ പാടില്ല. യകുൻ ലഹു യകുൻ ലഹു യകുൻ ലഹു. അപ്പൊ യകുൻ ലഹു എന്ന് വ്യക്തമായി പറയരുത്. യകുൻ ലഹു യകുൻ. അപ്പൊ യകുൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നൂൻ ഉണ്ട് എന്നുള്ള ഒരു എന്താണ്, ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇവിടെയും കുഫുവൻ അഹദ് എന്നൊക്കെ ഉച്ചരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് കുഫുവൻ അഹദ്. ഇവിടെ ഒരു നിയമമൊക്കെ പറയാറുണ്ട്, ഇൽഹാർ എന്ന് പറയുന്ന ഒരു നിയമം. സാക്കിനായ നൂന് അല്ലെങ്കിൽ കുഫുവൻ എന്നൊക്കെ പറയുന്നത് പോലെ സാക്കിനായ നൂനിന് സമാനമായിട്ടുള്ള തെൻവീനുകൾ എൻ എന്നോ അല്ലെങ്കിൽ ഇൻ എന്നോ ഉൻ എന്നോ വരുന്ന തെൻവീനുകൾക്ക് ശേഷം 6 അക്ഷരങ്ങൾ അഥവാ അംസ് ഹ, ഐൻ ഹ, ഗൈൻ ഹ. അംസ് ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ പറയുന്ന 6 അക്ഷരങ്ങൾ വന്നാൽ വളരെ വ്യക്തമായിട്ട് അത് പറയണം എന്നതാണ് തജ്വീദിന്റെ നിയമം. കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്. അപ്പൊ കുഫുവൻ അഹദ് എന്നായി പോകാൻ പാടില്ല. കുഫുവൻ അഹദ് എന്ന് വ്യക്തമായി തന്നെ പറയണം.
വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അഹദ് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അഹദ് എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. വ്യക്തമായി തന്നെ എന്ത് പറയണം, അഹദ് എന്ന് തന്നെ പറയണം. അപ്പൊ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂറ പെട്ടെന്ന് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ആദ്യ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുല്ലു വല്ലാഹു എന്നായി പോകാൻ പാടില്ല, അഥവാ കുല്ലു വല്ലാഹു എന്നായി പോകാൻ പാടില്ല. കുൽ ഫുവല്ലാഹു എന്നും ആയി പോകാൻ പാടില്ല. കുൽ ഹുവല്ലാഹു എന്ന് കറക്റ്റ് ഉച്ചരിക്കണം. അല്ലാ എന്നുള്ള ഉച്ചാരണം ഒരിക്കലും ലാദായി പോകാനോ ലാ ആയി പോകാനോ പാടില്ല. ലാമിന്റെ കറക്റ്റ് മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അഹദ് കറക്റ്റ് ആയിട്ട് വേണം. അഹദോ അഹദോ ആയി പോകാൻ പാടില്ല. അള്ളാഹു കറക്റ്റ് ഉച്ചരിക്കണം. അതേപോലെ തന്നെ സ്വ എന്ന് പറയുന്ന ലെറ്റർ ഒരിക്കലും സ്വായല്ല എന്നാണ്. രണ്ട് മുൻവരി പല്ലുകൾക്കിടയിൽ നിന്ന് നാവിന്റെ അറ്റം, കൂർത്ത അറ്റം രണ്ട് മുൻവരി പല്ലുകൾക്കിടയിൽ ഉച്ചകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉച്ചരിക്കുന്നത്. അതേപോലെ ലം യലിദ്, ലം ലം എന്ന് കറക്റ്റ് ആയിട്ട് പറയണം. ലെം ആയി പോകരുത്, തെറ്റാണ്. യലിദ് കറക്റ്റ് പറയണം. എ ആയി പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ഉച്ചാരണങ്ങൾ അറബിയിലില്ല. വലം എഗെയിൻ എന്താണ്, വലം ലം എന്ന് തന്നെ പറയണം. യകുൻ ലഹു, യകുൻ യകുൻ ലഹു. അപ്പോ ഇവിടെ നൂന് വ്യക്തമായി പറയാൻ പാടില്ല, എന്നാലും അവിടെ നൂൻ ഉണ്ട് എന്നുള്ളൊരു സൂചന ലഭിക്കണം. കുഫുവൻ അഹദ്. ഇത്തരത്തിൽ വളരെ കൃത്യമായി ഏത് രീതിയിലാണോ നമ്മൾ ഖുർആൻ ഓതേണ്ടത് ആ രീതിയിൽ ഖുർആൻ ഓതാനും പഠിക്കാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.